ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് ശല്യക്കാരായിട്ട് വരുന്ന പാറ്റ, പല്ലി, എട്ടുകാലി ഇവരെയൊക്കെ ഓടിക്കാനുള്ള രണ്ട് കുഞ്ഞു ടിപ്സായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം പൈസ ചിലവൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ്. അപ്പം നമ്മുടെ ഈ വൈറ്റ് പേസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് ഞാൻ ഈ പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ടൈഗർ ബാമാണ്. അപ്പം ഞാൻ ടൈഗർ ബാമാണ് എൻ്റെ കയ്യിലുള്ളത്, അപ്പം ഞാൻ അതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുന്നു. ഇനി നിങ്ങളുടെ കയ്യിൽ വിക്സാണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പം ഈ വിക്സ് ഇതിനായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ രണ്ടും കൂടെ കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കുമ്പോഴേക്ക് രണ്ടും കൂടെ ഇങ്ങനെ ഒന്ന് യോജിച്ച് കിട്ടും. ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ പാറ്റായും പല്ലിയൊക്കെ വരുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് കൈ എത്തുന്ന ഭാഗത്ത് എവിടെയാണെന്ന് വെച്ചാൽ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. എൻ്റെ വീട്ടിലിപ്പോൾ ഇതുപോലെ ഈ ടൈലിൻ്റെയൊക്കെ കിച്ചണിൽ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പല്ലികൾ ഇറങ്ങി വരാറുണ്ട്. അതുപോലെ നമ്മുടെ സ്റ്റൗവിൻ്റെയൊക്കെ ബാക്ക് സൈഡിൽ സ്റ്റൗവിൻ്റെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പല്ലി പിന്നെ ആ ഭാഗത്തേക്ക് വരത്തില്ല. അതുപോലെ കബോർഡിനുള്ളിൽ നമ്മൾ ബോട്ടിൽസൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതൊരു ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിന് ഞാനിതിവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു 2 കർപ്പൂരം കൂടെ നമുക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് തന്നെ കൈകൊണ്ട് തന്നെ ഇത് പൊടിഞ്ഞു വരും. അപ്പോൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ വെള്ളത്തിനകത്തോട്ടൊന്ന് അലിയിപ്പിച്ചെടുക്കണം കേട്ടോ നമ്മൾ കർപ്പൂരം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഡെറ്റോളാണ്. അപ്പോൾ ഒരുപാട് ഡെറ്റോളൊന്നും ചേർക്കണ്ട, ഒരു 1/4 മൂടി ഡെറ്റോൾ നമ്മൾ ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, അപ്പം അതിൽ നിന്ന് ഓരോ പേപ്പർ എടുത്തിട്ട് നമ്മളിതാ ഇതിൽ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഒന്ന് മുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ പീസ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് മുക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിത് പല്ലിയും പാറ്റയൊക്കെ വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് കൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തേക്ക് പല്ലിയോ പാറ്റയോ ഒന്നും പിന്നെ വരത്തില്ല കേട്ടോ. കാരണം ഡെറ്റോളും കർപ്പൂരും എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു സ്മെല്ലാണ്. ഈ പേപ്പർ ഉണങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് ആ പേപ്പറിൽ നിന്ന് പോകത്തില്ല കേട്ടോ. അപ്പോൾ ഡെറ്റോളിൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് ആ പേപ്പറിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ ആ പേപ്പർ നമുക്കിങ്ങനെ വെച്ചിരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റൗവിൻ്റെയൊക്കെ അടിഭാഗത്തൊക്കെ ഈ പേപ്പർ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. അതുപോലെ ഈ ജനാലയുടെയൊക്കെ സൈഡിൽ നമുക്ക് പല്ലിയും പാറ്റയൊക്കെ കൂടുതൽ ശല്യം ഉണ്ടാക്കുന്ന ഭാഗങ്ങൾ കിച്ചണിലാണല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അതുപോലെ നമുക്ക് കബോർഡിനുള്ളിൽ ആ ഭാഗത്തൊക്കെ നമുക്ക് ഈ പേപ്പർ ഇങ്ങനെ ഒന്ന് ഒരു സൊല്യൂഷനിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പല്ലിയൊന്നും പിന്നെ ഭാഗത്തേക്ക് അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് വരത്തില്ല കേട്ടോ. അപ്പോൾ ഈ ബാക്കിയുണ്ട് കേട്ടോ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ നമ്മളിനി കളയണ്ട കേട്ടോ. അത് നമ്മളിതുപോലെ ഒരു ബോട്ടിലൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് രാത്രി നമ്മൾ കിച്ചണിൽ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചൺ സിങ്കിൽ ഹോളുണ്ടല്ലോ, ആ ഭാഗത്തൊക്കെ ഇത് ഒഴിച്ചു കൊടുത്താൽ രാത്രിയിൽ ഈ ഹോളിൽ കൂടെ കയറി വരുന്ന ഉറുമ്പ്, ഈച്ച, അതുപോലെ പാറ്റയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ വാഷ് ബേസിൻ അവിടെയൊക്കെ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ കൂടെ കയറി വരുന്ന ഈച്ചയും ഉറുമ്പും പാറ്റയും ഒന്നും പിന്നെ വരത്തില്ല കേട്ടോ. അപ്പം നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 ടിപ്സാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പം എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.